നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ ആദ്യം കമ്പ്യൂട്ടറിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് വിച്ച് ആക്സെപ്റ്റ്സ് ഡാറ്റ. അതിനുശേഷം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഔട്ട്പുട്ടായിട്ട്. ഇതാണ് ആ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ മെയിനായിട്ട് രണ്ട് മേജർ കമ്പോണൻസ് ആണുള്ളത്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. അപ്പോൾ ഇതിൽ ഹാർഡ്വെയർ റെഫേഴ്സ് ടു ഓൾ ഫിസിക്കൽ കമ്പോണൻസ് അസോസിയേറ്റഡ് വിത്ത് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ദെൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ ഹാർഡ്വെയർ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. അതായത് നമുക്ക് ആവശ്യമുള്ള ഓരോ കാര്യങ്ങളും ഹാർഡ്വെയറിനെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വേണം. ഇതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഹാർഡ്വെയർ. അപ്പോൾ ഹാർഡ്വെയർ വീണ്ടും ഡെഫിനിഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ടൈം ഹാർഡ്വെയർ റെപ്രസെൻറ്റ്സ് ദ ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. അതായത് നമുക്ക് ടച്ച് ചെയ്യാനും അതുപോലെ തന്നെ കാണാനും സാധിക്കുന്ന പാർട്സ് കമ്പ്യൂട്ടറിൻ്റെ, ഇതിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പോണൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതെല്ലാം കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സുമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇനി ഇതിനകത്ത് വരുന്ന മെയിൻ ഓരോ കമ്പോണൻസ് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോസസ്സേഴ്സ്. അപ്പോൾ നമുക്കറിയാം ഒരു കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ CPU അല്ലെങ്കിൽ പ്രോസസ്സറാണ്. അപ്പോൾ ഈ പ്രോസസ്സറാണ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. Then performance of a CPU determines the overall performance of the computer. CPU അനുസരിച്ചായിരിക്കും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന CPU-ൻ്റെ ആ ഒരു പെർഫോമൻസ് ആയിരിക്കും ആ കമ്പ്യൂട്ടറിൻ്റെ ടോട്ടൽ പെർഫോമൻസിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഈ CPU എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ IC package which contains millions of transistors and other components fabricated into a single silicon chip. It's also referred as microprocessor. ഈ ഒരു ചെറിയ ചിപ്പിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ടായിരിക്കും. ദെൻ യൂഷ്വലി ഈ പ്രോസസ്സർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സോക്കറ്റ് ഉണ്ടായിരിക്കും. മദർ ബോർഡിൽ ഒരു ഇതിനായിട്ടൊരു പ്രത്യേക ഏരിയ ഉണ്ടായിരിക്കും, ഒരു സോക്കറ്റ് ഉണ്ടായിരിക്കും. ഈ സോക്കറ്റിലേക്കാണ് നമ്മൾ പ്ലഗ് ചെയ്ത് വയ്ക്കുന്നത്. ആ കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതുപോലെ നമ്മുടെ CPU അല്ലെങ്കിൽ ഈ പ്രോസസ്സർ ഫുൾ ടൈം കണ്ടിന്യൂസ്ലി വർക്കിംഗ് ആയിരിക്കും സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ തൊട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഹീറ്റ് അവിടെ ജനറേറ്റ് ആവും. അപ്പോൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ടുള്ള കൂളിംഗ് സിസ്റ്റംസ് നമ്മൾ പ്രോസസ്സറിന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായിട്ട് നമ്മൾ ഹീറ്റ് സിങ്കുകൾ അതുപോലെ തന്നെ ഫാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കും. പിന്നെ ഈ ഒരു കോളത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് എവറി കമ്പ്യൂട്ടർ കണ്ടെയ്ൻസ് ആൻ ഇൻറ്റേർണൽ ക്ലോക്ക് ദാറ്റ് റെഗുലേറ്റ്സ് ദ റേറ്റ് അറ്റ് വിച്ച് ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ്. The CPU requires a fixed number of clock ticks or clock cycles to execute each instruction. അതായത് ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ക്ലോക്ക് സൈക്കിൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സിസ്റ്റം മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ആ CPU-ൻ്റെ സ്പെസിഫിക്കേഷനിലൊക്കെ ഉണ്ടായിരിക്കും ഇത്ര സൈക്കിൾസ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കാണിക്കും. അപ്പോൾ ആ ക്ലോക്ക് സ്പീഡ് കൂടുന്നത്, ദ ഫാസ്റ്റർ ദ ക്ലോക്ക് ദ മോർ ഇൻസ്ട്രക്ഷൻസ് ദ CPU ക്യാൻ എക്സിക്യൂട്ട് പെർ സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിൽ നമുക്ക് എത്ര ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഫാസ്റ്റർ ക്ലോക്ക് ആണെങ്കിൽ അതിനനുസരിച്ച് പെട്ടെന്ന് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ദെൻ ഇതിൻ്റെ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അനദർ ഫാക്ടർ ഇസ് ദ ആർക്കിടെക്ചർ ഓഫ് ദ ചിപ്പ്. അതായത് ഒരു പർട്ടിക്കുലർ ടൈം, ആ സമയത്ത് നമുക്ക് എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഡേറ്റയെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. ദ നമ്പർ ഓഫ് ബിറ്റ്സ് എ പ്രോസസ്സർ ക്യാൻ പ്രോസസ് അറ്റ് വൺ ടൈം ഈസ് കോൾഡ് വേർഡ് സൈസ്. പ്രോസസ്സേഴ്സ് വിത്ത് മെനി ഡിഫറെൻറ്റ് വേർഡ് സൈസ് എക്സിസ്റ്റ്. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് എത്ര ബിറ്റ് ഓഫ് ഡേറ്റയെ അവിടെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ചും നമ്മുടെ CPU-ൻ്റെ പെർഫോമൻസ് വേരി ചെയ്യും. യൂഷ്വലി നമുക്ക് 8 ബിറ്റ് 16 ബിറ്റ് 32 ബിറ്റ് 64 ബിറ്റ് എന്നിവയൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന മിക്ക സിസ്റ്റംസും 64 ബിറ്റ് ആയിരിക്കും വരുന്നത്. അതായത് അറ്റ് എ ടൈം 64 ബിറ്റ് ഡേറ്റയെ അവിടെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ CPU-നകത്ത് പറയുന്ന ഒരു മെയിൻ കാര്യമാണ് രജിസ്റ്റേഴ്സ്.
Registers are storage locations inside CPU whose contents can be accessed more quickly by the CPU than other memory. അതായത് നമുക്കറിയാം വേറെ പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്, അങ്ങനെ കാര്യങ്ങളുണ്ട്. ഇതല്ലാതെ സി പി യുവിൻ്റെ ഉള്ളിലുള്ള ഒരു മെമ്മറി ലൊക്കേഷനാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ രജിസ്റ്റേഴ്സിൽ നിന്ന് സി പി യുവിന് ബാക്കിയുള്ള മെമ്മറി ലൊക്കേഷൻസിനേക്കാളും സ്പീഡിൽ ഡേറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓൾസോ രജിസ്റ്റേഴ്സ് ആർ ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻസ്. അവിടെ ടെമ്പററി ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എല്ലാ ഡേറ്റയും. ഇതിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡേറ്റയൊക്കെ നമുക്കവിടെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. They are not a part of memory, rather they are special additional storage locations that offer computers the advantage of speed. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി അതിൻ്റെ ഒന്നും പാർട്ടായിരിക്കില്ല. ഇത് വേറൊരു സ്പെഷ്യൽ അഡീഷണൽ സ്റ്റോറേജ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പീഡാണ്. അതായത് വളരെ ഹൈ സ്പീഡിൽ നമുക്ക് ഡേറ്റ സി പി യുയിലേക്ക് എത്തിക്കാൻ സാധിക്കും ബാക്കി മെമ്മറികളെ അപേക്ഷിച്ച്. രജിസ്റ്റേഴ്സ് വർക്ക് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് ദ control unit to accept, hold and transfer instructions or data and perform arithmetic or logical operations at a high speed. It speeds up the execution of programs. അപ്പോൾ ഡയറക്റ്റായിട്ട് കൺട്രോൾ യൂണിറ്റ് മുഖേന നമുക്ക് ഇതിനെ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇതിലേക്ക് ആവശ്യമുള്ള ഡാറ്റയൊക്കെ കൊടുത്ത് വളരെ ഹൈ സ്പീഡിൽ നമുക്ക് ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് നടത്തിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഹൈ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ഇത് പ്രോഗ്രാമുകളുടെയൊക്കെ എക്സിക്യൂഷനെയും പെട്ടെന്ന് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഒരു സി പി യുവിൽ ഒന്നിൽ കൂടുതൽ രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് രജിസ്റ്റേഴ്സിനെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരെണ്ണമാണ് അക്യുമുലേറ്റർ. ദ അക്യുമുലേറ്റർ ഈസ് എ പാർട്ട് ഓഫ് ദ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. ദിസ് രജിസ്റ്റർ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ ടു പെർഫോം അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ. ദ റിസൾട്ട് ഓഫ് ആൻ ഓപ്പറേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ അക്യുമുലേറ്റർ. അതായത് നമ്മളിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്യുന്ന എല്ലാവിധ അരിത്തമെറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസും അതിന് വേണ്ട ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നത് അക്യുമുലേറ്ററിലായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ കിട്ടുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതും ഈ പറയുന്ന അക്യുമുലേറ്റർ എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രജിസ്റ്റർ എന്ന് പറയുന്നതാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ, ഷോർട്ട് ഫോം MAR. ഇറ്റ് സ്റ്റോഴ്സ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ to which data is either to be read or written by the processor. അതായത് ഇപ്പോൾ ഒരു മെമ്മറി ലൊക്കേഷനിൽ നിന്ന് നമുക്ക് ഡേറ്റ എടുക്കണം, അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യണം. അപ്പോൾ അത് ഏതാണ് മെമ്മറി ലൊക്കേഷൻ എന്നുള്ളത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു രജിസ്റ്ററാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. അത് ഒന്നില്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മെമ്മറിയിൽ നിന്ന് നമുക്ക് ഡേറ്റ ഇങ്ങോട്ട് എടുക്കണം, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ മെമ്മറിയിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യണം. അപ്പോൾ റീഡോ റൈറ്റോ ഏതോ ആയിക്കോട്ടെ, അതിനൊരു മെമ്മറി ലൊക്കേഷൻ നമുക്കറിയണം. ആ മെമ്മറി ലൊക്കേഷൻ ഏതാണെന്നുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ദെൻ അടുത്തതെന്ന് പറയുന്നതാണ് മെമ്മറി ബഫർ രജിസ്റ്റർ അല്ലെങ്കിൽ MBR. ഇറ്റ് ഹോൾഡ്സ് ദ ഡേറ്റ ഐദർ ടു ബി റിട്ടേൺ ടു ഓർ റീഡ് ഫ്രം ദ മെമ്മറി ബൈ ദ പ്രൊസസ്സർ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്നുള്ള ഡേറ്റ എടുക്കാനോ അല്ല അങ്ങോട്ട് റൈറ്റ് ചെയ്യാനോ അതിൻ്റെ അഡ്രസ്സാണ് MARൽ സ്റ്റോർ ചെയ്യുന്നതെന്ന്. ഈ MBRൽ ആ പർട്ടിക്കുലർ ഡേറ്റ, അതായത് ആ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് റീഡ് ചെയ്ത ഡേറ്റ അല്ലെങ്കിൽ അങ്ങോട്ട് റൈറ്റ് ചെയ്യേണ്ട ഡേറ്റ, ആ ഡേറ്റയാണ് MBRൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ MARൽ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്, MBRൽ ആ ഡേറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ IR. ദ ഇൻസ്ട്രക്ഷൻസ് ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദ പ്രോസസ്സർ ആർ സ്റ്റോർഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്കുള്ളത് അതൊക്കെ IRലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടർ. ഇറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദ പ്രൊസസ്സർ. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഏത് ഇൻസ്ട്രക്ഷനാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ 5 രജിസ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്ത ഹാർഡ്വെയറിൽ വരുന്ന ഒരു കമ്പോണൻ്റ് ആണ് മദർ ബോർഡ്. എ മദർ ബോർഡ് ഈസ് എ ലാർജ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് ടു വിച്ച് ഓൾ മേജർ കമ്പോണൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ദ പ്രൊസസ്സർ ആർ ഇൻറ്റിഗ്രേറ്റഡ്. അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു സർക്യൂട്ട് ബോർഡ്, ഒരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, ഇതിനെയാണ് നമ്മൾ മദർ ബോർഡ് എന്ന് പറയുന്നത്. ഈ ബോർഡിലേക്കായിരിക്കും അല്ലെങ്കിൽ ഈ PCB ബോർഡിലേക്കായിരിക്കും നമ്മൾ പ്രൊസസ്സർ അടക്കമുള്ള എല്ലാ മേജർ കമ്പോണൻസിനെയും ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത്.
It also provides expansion slots for adding additional circuit boards like memory, graphics card, sound card, etc. The motherboard must be compatible with the processor chosen. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പല ടൈപ്പ് പ്രൊസസ്സർ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ എടുക്കുന്ന മദർ ബോർഡ് ആ പ്രൊസസ്സറുമായിട്ട് കോമ്പാറ്റബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള മദർ ബോർഡുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ ഇതിൽ വേറെ ഒരുപാട് സ്ലോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫിഗർ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് മദർ ബോർഡിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് വരുന്ന പാർട്സിനെ കുറിച്ചൊന്ന് പറയാം. നമ്മൾ ടെക്സ്റ്റ് തന്നതിനേക്കാളും കുറച്ചും കൂടിയും കാര്യങ്ങൾ ഇതിൽ അഡീഷണൽ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് CPU സോക്കറ്റ് തൊട്ട് പറയാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ആ പ്രൊസസ്സർ അല്ലെങ്കിൽ ആ CPU നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ AMD, Intel അങ്ങനെ പല കമ്പനികളുണ്ട്. ഇതിൻ്റെയൊക്കെ CPU കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പ്രൊസസ്സർ കണക്ട് ചെയ്യുന്നത് ഈ ഒരു സോക്കറ്റിലേക്കാണ്. അപ്പോൾ ഇതിലേക്ക് ആയിരിക്കും അത് നമ്മൾ ഇറക്കി വെച്ച് പിൻ ചെയ്യുന്നത്. ദെൻ ആ CPUവിൻ്റെ ബാക്കി അതിൻ്റെ മൗണ്ടിങ് പോയിൻറ്റുകൾ, അതുപോലെ തന്നെ ഇതിനൊരു ഫാൻ, ഒരു കൂളിംഗ് ഫാൻ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും. CPU ഫാൻ ആൻഡ് ഹീറ്റ് സിങ്ക് മൗണ്ടിങ് പോയിൻറ്റ്സ് ഈ സൈഡിലായിരിക്കും അതുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ മെയിനായിട്ടുള്ള സോക്കറ്റ് ഈ വൈറ്റ് കളറിൽ കാണുന്നത്. ദെൻ ഇതിൻ്റെ സൈഡിലായിട്ടായിരിക്കും അതിൻ്റെ കൂളിംഗ് ഫാനിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഹീറ്റ് സിങ്കും ഉണ്ട്. ഇതെന്ന് പറയുന്നതും ഈ CPU അല്ലെങ്കിൽ പ്രൊസസ്സർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് അതിനെ പ്രൊസസ്സറിൽ നിന്ന് അബ്സോർബ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഹീറ്റ് സിങ്കുകൾ ഉപയോഗിക്കുന്നത്. കാരണം ഇത് പ്രൊസസ്സർ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഹീറ്റ് കുറയ്ക്കാനായിട്ടാണ് ഈ ഹീറ്റ് സിങ്കുകളും അതുപോലെ തന്നെ കൂളിംഗ് ഫാനും ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATX പവർ കണക്ടർ. അതായത് നമ്മുടെ ഈ മദർ ബോർഡിലേക്ക് പവർ സപ്ലൈ, അതായത് SMPS വഴി ഒരു കറക്റ്റായിട്ട് എപ്പോഴും റെഗുലേറ്റഡ് ആയിട്ട് കറക്റ്റ് വോൾട്ടേജിൽ നമുക്ക് പവർ സപ്ലൈ ഈ മദർ ബോർഡിലേക്ക് ആവശ്യമുണ്ട് ഇതിലുള്ള ഓരോ കമ്പോണൻസിനും വേണ്ടിയിട്ട്. അപ്പോൾ ആ പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നത് ഈ പവർ കണക്ടറിലേക്കാണ്. നമ്മുടെ ക്യാബിൻ്റെ ബാക്കിൽ നോക്കിയാൽ അറിയാം നമുക്ക് SMPS, ഏറ്റവും മുകളിലായിട്ട് SMPS ഉണ്ടായിരിക്കും ഒരു ഫാനൊക്കെ ആയിട്ട്. അത് കണക്ട് ചെയ്യുന്നത് അതായത് മദർ ബോർഡിലേക്ക് ആവശ്യമുള്ള പവർ, സിസ്റ്റത്തിന് ആവശ്യമുള്ള പവർ വരുന്നത് ഈ കണക്ടറിലേക്കായിരിക്കും അത് കൊടുക്കുന്നത്, SMPS കണക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റാമിൻ്റെ മെമ്മറി സ്ലോട്ടുകളാണ്. നമുക്കറിയാം റാം നമുക്ക് പ്രൈമറി മെമ്മറിയിൽ വരുന്നൊരു ഭാഗമാണ് റാം എന്ന് പറയുന്നത്. ആ റാമിൻ്റെ ഓരോ സ്ലോട്ടുകളാണ് ഇവിടെ കാണിച്ചിരുന്നത്. ഇവിടെ നിലവിൽ 2 സ്ലോട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഈ പ്രൊസസ്സർ അതുപോലെ തന്നെ മദർ ബോർഡിൻ്റെ കോമ്പാറ്റബിളായിട്ട് ഇതിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള അല്ലെങ്കിൽ ഇത് സപ്പോർട്ട് ആവുന്ന രീതിയിലുള്ള മെമ്മറി നമുക്കവിടെ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 4GB, 8GB അങ്ങനെയൊക്കെ നമുക്കിതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IDE കണക്ടർ. ഇവിടെ വരുന്നതാണ് ഈ കറുത്ത കളറ്. ഇത് IDE കണക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ IDE കണക്ടർ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ് ആണ്. അതായത് സ്റ്റോറേജ് ഡിവൈസുകളായിട്ടുള്ള ഹാർഡ് ഡിസ്ക് അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഡ്രൈവുകൾ, ഇപ്പോൾ CD ഡ്രൈവ്, DVD ഡ്രൈവ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ സ്റ്റോറേജ് ഡിവൈസസിനെ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കണക്ടറാണ് ഈ പറയുന്ന IDE കണക്ടർ. പിന്നെ വരുന്നത് AGP സ്ലോട്ട്. ഈ കാണുന്ന കറുത്ത ഈ ഒരു സ്ലോട്ട് AGP സ്ലോട്ട്, അതായത് ആക്സിലറേറ്റഡ് ഗ്രാഫിക്സ് പോർട്ട്. അതായത് നമ്മൾ ഗ്രാഫിക്സ് കാർഡ് അത് കണക്ട് ചെയ്യാൻ, അത് മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഒരു പോർട്ടലായിട്ടായിരിക്കും. പിന്നെ വരുന്നത് PCI സ്ലോട്ട്. ഇവിടെ 5 PCI സ്ലോട്ട് കാണിച്ചിട്ടുണ്ട്. PCI എന്ന് പറയുന്നത് പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർ കണക്ട് എന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് നെറ്റ്വർക്ക് കാർഡുകൾ, അതുപോലെ തന്നെ മോഡംസ്, സൗണ്ട് കാർഡ്, ഡിസ്ക് കൺട്രോളേഴ്സ് അങ്ങനെ പലതരത്തിലുള്ള ഉപകരണങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതൊക്കെ കണക്ട് ചെയ്യുന്നത് ഈ സ്ലോട്ടുകളിലേക്കായിരിക്കും, ഈ PCI സ്ലോട്ടിലേക്കായിരിക്കും. ഈ കാണിച്ചിരിക്കുന്ന വൈറ്റ് അതാണ് PCI സ്ലോട്ട് എന്ന് പറയുന്നത്. ഇവിടെ 5 എണ്ണം ഉണ്ട്, അതുകൊണ്ടാണ് *5 എന്ന് എഴുതിയേക്കുന്നത്. പിന്നെയുള്ളത് CMOS ബാക്കപ്പ് ബാറ്ററി. അതായത് നമ്മുടെ സിസ്റ്റം പവർ ഓൺ ചെയ്യുമ്പോൾ തൊട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് BIOS ഉണ്ട്. ആ BIOSന് ആവശ്യമായിട്ടുള്ള പവർ കൊടുക്കുന്നത് ഒരു ചെറിയൊരു ബാറ്ററി ഇവിടെ ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ വരുന്നത് കണക്ടേഴ്സ് ഫോർ ഇൻറ്റിഗ്രേറ്റഡ് പെരിഫറൽസ്. അതായത് ഈ കാണിച്ചേക്കുന്ന സ്ലോട്ടുകളെല്ലാം പെരിഫറൽ പോർട്ടുകളാണ്. അതായത് നമുക്ക് നമ്മുടെ USB പോർട്ട്,
അതുപോലെ തന്നെ ലാൻ പോർട്ട്, സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, അങ്ങനെ ഇതിലേക്ക് വേറെ ഡിവൈസുകളെ കണക്ട് ചെയ്യാനായിട്ട്, ബാക്കി പെരിഫറൽസിനെ കണക്ട് ചെയ്യാനായിട്ട് ഉള്ള പോർട്ടുകളാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ക്യാബിൻ്റെ CPU ക്യാബിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ നിരവധി പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും, ഓരോ പെരിഫറൽസിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഒരു മദർ ബോർഡിനകത്ത് സാധാരണ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇതുകൂടാതെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മദർ ബോർഡുകളിലൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങൾ, ബേസിക്കായിട്ട് ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും. അതല്ലാതെ അഡീഷണൽ ആയിട്ട് പല പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം മിക്കവാറും എല്ലാ മദർ ബോർഡിലും ഉണ്ടാകുന്ന കുറച്ച് കോമൺ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് ഈ ഒരു സർക്യൂട്ട് ബോർഡിനെയാണ് നമ്മൾ മദർ ബോർഡ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് പ്രൊസസ്സർ, എല്ലാ ഡിവൈസുകളും ഈ മദർ ബോർഡിലേക്കായിരിക്കും കണക്റ്റഡ് ആയിരിക്കുന്നത്. പിന്നെ നമുക്ക് പെരിഫറൽസ് ആൻഡ് പോർട്സ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. Peripherals are devices that are attached to a computer system to enhance its capabilities. അതായത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന ഡിവൈസുകൾ അതിൻ്റെ കേപ്പബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, അതിനെയാണ് നമ്മൾ പെരിഫറൽസ് എന്ന് പറയുന്നത്. പോർട്സ് ഓൺ ദ മദർ ബോർഡ് ആർ യൂസ്ഡ് ടു കണക്ട് എക്സ്റ്റേണൽ ഡിവൈസസ്. പെരിഫറൽസ് ഇൻക്ലൂഡ് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, എക്സ്റ്റേണൽ സ്റ്റോറേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. Peripheral devices communicate with the motherboard through the ports available on the motherboard like VGA, then PS/2, USB, Ethernet, HDMI, etc. അതായത് ഈ പറയുന്ന എക്സ്റ്റേണൽ ഡിവൈസുകളെല്ലാം ഈ പറയുന്നതിനൊക്കെ കൃത്യമായിട്ട് ഓരോ പോർട്ടുകൾ ഉണ്ടായിരിക്കും. ആ പോർട്ട് വഴിയായിരിക്കും മദർ ബോർഡിലേക്ക് കണക്റ്റഡ് ആകുന്നത്. ഇതിലെ ഓരോ പോർട്ടും ഏതൊക്കെ ഡിവൈസുകൾ കണക്ട് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് സീരിയൽ പോർട്ട്. അപ്പോൾ ഇതിൻ്റെ ഫിഗർ ഇവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിലായിരിക്കും സീരിയൽ പോർട്ട് നമ്മുടെ ക്യാബിൻ്റെ ബാക്കിൽ കാണാൻ പറ്റും. ദെൻ എ സീരിയൽ പോർട്ട് ഓർ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട് ട്രാൻസ്മിറ്റ്സ് ഡാറ്റ 1 ബിറ്റ് അറ്റ് എ ടൈം. അതായത് അറ്റ് എ ടൈം ഒരു ബിറ്റ് ഡാറ്റ ആയിരിക്കും നമുക്ക് ഈ പോർട്ട് വഴി ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് യൂഷ്വലി പഴയ സിസ്റ്റംസിലൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പഴയ കമ്പ്യൂട്ടേഴ്സിൽ മോഡം, അതുപോലെ തന്നെ മൗസ്, കീബോർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനായിട്ടായിരുന്നു നമ്മൾ സീരിയൽ പോർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സീരിയൽ കേബിൾസ് ആർ ചീപ്പർ ടു മേക്ക് ആൻഡ് ഈസിയർ ടു ഷീൽഡ് ഫ്രം ഇൻ്റർഫറൻസ്. സിൻസ് സ്പീഡ് ഈസ് ടു ലോ, ദേ ആർ ബീയിങ് റീപ്ലേസ്ഡ് ബൈ ഫാസ്റ്റർ പോർട്സ് ലൈക്ക് PS/2, USB, etc. ഇപ്പോൾ സ്പീഡ് വളരെ കുറവായതുകൊണ്ട് ഇപ്പോഴത്തെ മോഡേൺ സിസ്റ്റംസിൽ നമ്മൾ സീരിയൽ പോർട്ട് ഉപയോഗിക്കാറില്ല. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് പാരലൽ പോർട്ട്. ഇപ്പോൾ സീരിയൽ പോർട്ടിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അറ്റ് എ ടൈം 1 ബിറ്റ് ഓഫ് ഡാറ്റ ആയിരിക്കും. പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാരലൽ പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് സെവറൽ ബിറ്റ്സ് ഓഫ് ഡാറ്റ സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ ബിറ്റ് ഓഫ് ഡാറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ സീരിയൽ പോർട്ട് ആൻഡ് ഈസ് യൂസ്ഡ് ടു കണക്ട് എ പ്രിൻ്റർ ഓർ സ്കാനർ ടു ദ കമ്പ്യൂട്ടർ. അപ്പോൾ അതിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പ്രിൻ്റർ അല്ലെങ്കിൽ സ്കാനർ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ കണക്ട് ചെയ്യാനായിട്ടാണ് പാരലൽ പോർട്ട് യൂസ് ചെയ്യുന്നത്. ഇതും ഇപ്പോൾ അങ്ങനെ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. കാരണം പ്രിൻ്ററും സ്കാനറും ഒക്കെ ഇപ്പോൾ നമുക്ക് USB-യിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ലേറ്റസ്റ്റ് സിസ്റ്റംസിലൊക്കെ അങ്ങനെയാണ്. ദെൻ USB പോർട്ട്, യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഈസ് എ കണക്ഷൻ ദാറ്റ് പ്രൊവൈഡ്സ് ഹൈ സ്പീഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിവൈസസ്. Due to its high bandwidth, data transfer is faster. It is used for short distance communication. USB port is used for connecting devices like keyboard, mouse, printer, scanner, flash drive, external hard disk, etc. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു പോർട്ടാണ് USB പോർട്ട്. പലതരത്തിലുള്ള ഡിവൈസസ്, കീബോർഡ്, മൗസ്, എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസുകൾ, അതുപോലെ തന്നെ പ്രിൻ്റർ, സ്കാനർ, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ USB പോർട്ടിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഹൈ ബാൻഡ് വിഡ്ത്ത് ആണ്, അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ വളരെ ഹൈ ആണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ദെൻ പല ടൈപ്പ് USB പോർട്ടുകൾ അവൈലബിൾ ആണ്. A, B, അതുപോലെ തന്നെ മിനി ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോയും ഉണ്ട്. ഇനി ഇതിൻ്റെ 2 അഡ്വാൻറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് USB പോർട്ട്സ് ആർ കേപ്പബിൾ ഓഫ് സപ്ലൈയിങ് ഇലക്ട്രിക് പവർ ടു എക്സ്റ്റേണൽ ഡിവൈസസ്. അതായത് നമുക്ക് USB ഡ്രൈവിൽ കുത്തി കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കുകൾ, അതുപോലെ തന്നെ പെൻ ഡ്രൈവുകൾ, അല്ലെങ്കിൽ നെറ്റ് കണക്റ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫോണാണെങ്കിലോ, അങ്ങനെ
പല കാര്യങ്ങളും നമുക്ക് USB പോർട്ടിൽ കുത്തി ചാർജ് ചെയ്യാൻ സാധിക്കും. ഇലക്ട്രിക് പവർ സപ്ലൈ നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് കൊടുക്കാൻ സാധിക്കും USB പോർട്സ് വഴി. ദെൻ ഇതിൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് USB ഡിവൈസസ് ക്യാൻ ബി കണക്റ്റഡ് ആൻഡ് ഡിസ്കണക്റ്റഡ് ഈവൻ വെൻ പവർ ഈസ് ഓൺ. ഒരു USB പോർട്ടിലേക്ക് നമുക്ക് സിസ്റ്റം ഓൺ ആണെങ്കിൽ പോലും ഡിവൈസുകളെ കണക്ട് ചെയ്യാനും സാധിക്കും, ഡിസ്കണക്ട് ചെയ്യാനും സാധിക്കും. അതെല്ലാം ഡിറ്റക്റ്റ് ചെയ്തോളും കറക്റ്റായിട്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് LAN പോർട്ട്, അല്ലെങ്കിൽ നമ്മളിതിനെ എതർനെറ്റ് പോർട്ട് എന്നും പറയും. നെറ്റ്വർക്ക് കണക്ഷൻ, ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോർട്ടാണ് ഈ പറയുന്ന LAN പോർട്ട്. ഇറ്റ് അലൗസ് കമ്പ്യൂട്ടർ ടു കണക്ട് ടു എ നെറ്റ്വർക്ക് യൂസിങ് വയേർഡ് കണക്ഷൻ. വയേർഡ് കണക്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു പോർട്ട് വഴിയാണ് സാധിക്കുന്നത്. The registered jack RJ45 is a standard type of connector used for connecting cables through LAN ports. അതായത് ഈ ഇതാണ് നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത്, LAN പോർട്ട് എന്ന് പറയുന്നത്. ഈ LAN പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന കണക്ടർ അതെന്ന് പറയുന്നത് ഇതായിരിക്കും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്. RJ45 എന്നാണ് നമ്മളതിന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിലേക്ക് വയേർഡ് കണക്ഷൻസ്, നെറ്റിന് വേണ്ടിയിട്ടുള്ള വയേർഡ് കണക്ഷൻ, മോഡത്തിൽ നിന്ന് കൊടുക്കുന്ന വയേർഡ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഈ പോർട്ടിലേക്കായിരിക്കും കൊടുക്കുന്നത്. അതിൻ്റെ അറ്റത്ത് വരുന്ന കേബിളിൻ്റെ അറ്റത്ത് ഈ RJ45 കണക്ടറും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഒന്നാണ് PS/2 പോർട്ട്, പേഴ്സണൽ സിസ്റ്റം 2 എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻവെൻറ്റഡ് ബൈ IBM ഫോർ കണക്റ്റിംഗ് കീബോർഡ് ആൻഡ് മൗസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫിഗർ കണ്ടാൽ അറിയാം, നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ ക്യാബിൻ്റെ ബാക്കിലായിട്ട് ഇത്തരത്തിൽ 2 കളറിലായിട്ടായിരിക്കും ഇത് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ഇതിൽ ഒരെണ്ണം കീബോർഡ് കണക്ട് ചെയ്യാനും ഒരെണ്ണം മൗസ് കണക്ട് ചെയ്യാനായിരിക്കും. അവിടെ അതിൻ്റെ സിമ്പിളുകളും കാണിച്ചിട്ടുണ്ടായിരിക്കും ഏതാണെന്നുള്ളത്. അപ്പോൾ ഇതും സ്ലോ ആണ്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ നിലവിലെല്ലാം ഇതെല്ലാം USB പോർട്ടിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഓഡിയോ പോർട്ട്. ഓഡിയോ പോർട്ട്സ് ആർ യൂസ്ഡ് ടു കണക്ട് ഓഡിയോ ഡിവൈസസ് ലൈക്ക് സ്പീക്കേഴ്സ്, മൈക്രോഫോൺ എക്സെട്ര. അപ്പോൾ 3 ഓഡിയോ പോർട്ടുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലൈൻ ഇൻ, സൗണ്ട് ഇൻപുട്ട്. ഏതെങ്കിലും ഓഡിയോ ഡിവൈസിൽ നിന്നുള്ള സൗണ്ട് ഇൻപുട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലൈൻ ഇൻ എന്ന് പറഞ്ഞ പോർട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ലൈൻ ഔട്ട്, അതായത് സൗണ്ട് ഔട്ടാണ്. നമ്മുടെ PC-യുടെ സൗണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്പീക്കറുകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലൈൻ ഔട്ട് എന്ന് പറഞ്ഞ ഈ ഒരു പോർട്ട് ഉപയോഗിക്കുന്നത്. ദെൻ മൂന്നാമത്തേത് മൈക്ക് ഇൻ, അതായത് മൈക്രോഫോൺ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു പോർട്ട്. ദെൻ നെക്സ്റ്റ് വൺ VGA പോർട്ട്, വീഡിയോ ഗ്രാഫിക്സ് അറേ പോർട്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു കണ്ടുപരിചയമുള്ള ഒരു പോർട്ടാണ്. അതായത് ഡിസ്പ്ലേ നമ്മുടെ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പോർട്ടാണ് ഈ VGA പോർട്ട്. ഇതും IBM ഡെവലപ്പ് ചെയ്തൊരു പോർട്ടാണ്. VGA പോർട്ട് ഈസ് യൂസ്ഡ് ടു കണക്ട് എ മോണിറ്റർ ഓർ എ പ്രൊജക്ടർ ടു എ കമ്പ്യൂട്ടർ. അപ്പോൾ ഇതിൽ 15 പിന്നായിരിക്കും, അതൊരു 3 റോയിലായിട്ടായിരിക്കും കണക്ട് ചെയ്ത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ റെസല്യൂഷൻ, ഇതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പം പല റെസല്യൂഷനിലുള്ള ഔട്ട്പുട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിൽ കുറഞ്ഞ റെസല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാണ് സൂപ്പർ VGA. ഇതെന്ന് പറയുന്നത് 800x600 റെസല്യൂഷൻ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ദെൻ അതിനുശേഷമാണ് XGA വന്നത്, എക്സ്റ്റെൻഡഡ് ഗ്രാഫിക്സ് അറേ. അതിൽ നമുക്ക് 1024x768 റെസല്യൂഷൻ കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഇതിൻ്റെ ഒരു കൂടിയ റെസല്യൂഷനിലുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു പോർട്ടാണ് എന്നുള്ളതാണ് XGA എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ പ്രൊജക്ടറിലേക്കോ അല്ലെങ്കിൽ മോണിറ്ററിലേക്കോ കൊടുക്കാനായിട്ട് അത് കണക്ട് ചെയ്യുന്നൊരു പോർട്ടാണ് VGA പോർട്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് HDMI പോർട്ട്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. അതിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മെയിൻലി നമ്മൾ നമ്മുടെ പ്രൊജക്ടറോ അല്ലെങ്കിൽ മോണിറ്ററോ ഒക്കെ കണക്ട് ചെയ്യുന്നത് സാധാരണ HDMI പോർട്ടുകളിലേക്കാണ്. അതായത് VGA പോർട്ടിൽ നമുക്ക് വീഡിയോ മാത്രമായിരിക്കും അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേസമയം HDMI പോർട്ടാണെന്നുണ്ടെങ്കിൽ ഹൈ ഡെഫിനിഷൻ ആയിട്ടുള്ള വീഡിയോയും അതുപോലെ തന്നെ മൾട്ടി ചാനൽ ഓഡിയോയും ഒറ്റ സിംഗിൾ കേബിൾ വഴി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതാണ് HDMI പോർട്ടിൻ്റെ സ്പെഷ്യാലിറ്റി. You can transfer high definition video and multi channel audio over a single cable. അതേസമയം VGA ആണെങ്കിൽ
VGA വീഡിയോയ്ക്കായിട്ട് ഇത് ഉപയോഗിക്കണം. ദെൻ അതിൻ്റെ ഓഡിയോയ്ക്കായിട്ട് വേറെ സെപ്പറേറ്റ് കേബിൾ നമ്മൾ ഉപയോഗിക്കണം. HDMI ആണെന്നുണ്ടെങ്കിൽ വീഡിയോയും ഓഡിയോയും നമുക്ക് ഒരു സിംഗിൾ കേബിൾ വഴി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ VGA അതുപോലെ തന്നെ HDMI ഇത് രണ്ടും കൂടാതെ നമ്മുടെ മോണിറ്ററിനെയും അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിനെയും തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് വേറെ പലതരത്തിലുള്ള ഇൻ്റർഫേസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിലുള്ള ഒരെണ്ണമാണ് DVI, ഡിജിറ്റൽ വീഡിയോ ഇൻ്റർഫേസ്. അപ്പോൾ VGA ടെക്നോളജിയേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് DVI. ഇതും ഉപയോഗിക്കുന്നത് ഈ ഒരു സെയിം പർപ്പസിന് വേണ്ടി തന്നെയാണ്. കമ്പ്യൂട്ടർ ആൻഡ് ഡിസ്പ്ലേ ഡിവൈസ് ലൈക്ക് മോണിറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദെൻ അതുപോലെ ഇതിന് പല ടൈപ്പ് ഉണ്ട്. മിനി DVI, മൈക്രോ DVI അങ്ങനെയൊക്കെ പറഞ്ഞ് വേറെ ടൈപ്പുകൾ ഇതിനുണ്ട്. പിന്നെ വരുന്ന അതിലും ലേറ്റസ്റ്റ് ഒരു ടെക്നോളജിയാണ് ഡിസ്പ്ലേ പോർട്ട്. ഡിസ്പ്ലേ പോർട്ട് ഈസ് എ ഡിജിറ്റൽ ഡിസ്പ്ലേ ഇൻ്റർഫേസ് വിത്ത് ഓപ്ഷണൽ മൾട്ടിപ്പിൾ ചാനൽ ഓഡിയോ ആൻഡ് അതർ ഫോംസ് ഓഫ് ഡേറ്റ. Display port is developed with an aim of replacing VGA and DVI ports as the main interface between computer and monitor. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഇതാണ് ഇതിനേക്കാളും വേറൊരു ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും ആ ഡിസ്പ്ലേ പോർട്ട്. ഇത് ടെക്സ്റ്റിലില്ല, ജസ്റ്റ് അഡീഷണൽ ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പെരിഫറൽസ് ആൻഡ് പോർട്സിന് ശേഷം വരുന്ന അടുത്ത ടോപ്പിക്കാണ് മെമ്മറി. മെമ്മറി ഈസ് എ പ്ലേസ് വെയർ വി ക്യാൻ സ്റ്റോർ ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റിസൾട്ട്സ് ടെമ്പററിലി ഓർ പെർമനൻ്റ്ലി. മെമ്മറി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ടു: പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി ഹോൾഡ്സ് ഡാറ്റ, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ഓൺഗോയിങ് ജോബ്സ് ടെമ്പററിലി. അതായത് നമുക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജോബുകളുടെയൊക്കെ ഡാറ്റ, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന റിസൾട്ടുകൾ തുടങ്ങിയവയൊക്കെയാണ് പ്രൈമറി മെമ്മറിയിൽ നമ്മൾ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ സെക്കൻഡറി മെമ്മറി ഓൺ ദ അതർ ഹാൻഡ് ഹോൾഡ്സ് ദ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ പെർമനൻ്റ്ലി. അതായത് നമുക്ക് ഫ്യൂച്ചർ ആവശ്യങ്ങൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പെർമനൻ്റ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതാണ്. എല്ലാ ടൈപ്പ് ഒരു മെമ്മറിയാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഡിഫറെൻറ്റ് മെഷറിങ് യൂണിറ്റ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു ബിറ്റ്, അതിന് നമ്മൾ ഒരു ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്ന ഒരു ബിറ്റാണ്. ദെൻ 1 നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റ്സ് ചേർന്നുള്ളതാണ്. അതുപോലെ തന്നെ 1 ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ് ആണ്. ദെൻ 1 കിലോ ബൈറ്റ് എന്ന് പറയുന്നത് 1024 ബൈറ്റ്സ് ആണ്. അപ്പോൾ അത്തരത്തിൽ 1 MB, 1 GB, 1 TB, 1 PB അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും അതിൻ്റെ മെഷറിങ് യൂണിറ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇത് ഇടയ്ക്ക് വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി സ്റ്റോറേജ് നോക്കാം. പ്രൈമറി മെമ്മറി ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി ദാറ്റ് ഈസ് ആക്സസ്ഡ് ഡയറക്ട്ലി ബൈ ദ CPU. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് ഡാറ്റ അറ്റ് ഹൈ സ്പീഡ്. അപ്പോൾ CPU-ന് ഡയറക്റ്റ് ആക്സസ് ഉള്ളൊരു മെമ്മറിയാണ്. നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനൊക്കെ ഹൈ സ്പീഡിൽ സാധിക്കും. ഇറ്റ് ഇൻക്ലൂഡ്സ് മെയിൻലി 3 ടൈപ്സ്: റാം, റോം ആൻഡ് ക്യാഷെ മെമ്മറി. ഇത് മൂന്നെണ്ണമാണ് മെയിനായിട്ട് പ്രൈമറി സ്റ്റോറേജ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ റാൻഡം ആക്സസ് മെമ്മറി. അപ്പോൾ ഈ ഒരു റാമിൻ്റെ ഈ ഒരു മെമ്മറി സ്റ്റിക്കാണ് നമ്മൾ നേരത്തെ കണ്ട മദർ ബോർഡിലെ ആ ഒരു സ്ലോട്ടിൽ നമ്മൾ റാമിൻ്റെ സ്ലോട്ടുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ലോട്ടിലേക്ക് ഇറക്കി വയ്ക്കുന്നത് ഈ തരത്തിലുള്ള ഒരു ബോർഡായിരിക്കും നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ ഇത് പല സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ മദർ ബോർഡിൻ്റെ ആർക്കിടെക്ചർ അനുസരിച്ച്, അതുപോലെ തന്നെ ആ പ്രൊസസ്സറിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പലതരത്തിലുള്ള റാമുകൾ നമ്മുടെ മദർ ബോർഡിലേക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. റാം റെഫേഴ്സ് ടു ദ മെയിൻ മെമ്മറി ദാറ്റ് മൈക്രോ പ്രൊസസ്സർ ക്യാൻ റീഡ് ഫ്രം ആൻഡ് റൈറ്റ് ടു. Data can be stored and retrieved at random from anywhere within the RAM, no matter where the data is. ഇതിൽ എവിടെയാണ് എന്ത് ടൈപ്പ് ഡാറ്റ ആണെങ്കിലും അതിന് നമുക്ക് ഹൈ സ്പീഡിൽ ഒരേ സ്പീഡിൽ തന്നെ റിട്രീവ് ചെയ്യാൻ സാധിക്കും, അല്ലെ അതിലേക്ക് റൈറ്റ് ചെയ്യാനും സാധിക്കും. Data or instructions to be processed by the CPU must be placed in the RAM.
അപ്പോൾ നമുക്ക് ഏതൊക്കെ ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ റാമിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ദെൻ അതുപോലെ തന്നെ റാം എന്ന് പറയുന്ന ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. വോളറ്റൈൽ മെമ്മറി മീൻസ് വെൻ ദ പവർ ഈസ് ഗോൺ ദെൻ ഇതിലുള്ള എല്ലാ ഡേറ്റയും നമുക്ക് ലോസ് ആകും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിൻ്റാണ്. പവർ ഉള്ളപ്പോൾ മാത്രമായിരിക്കും അതിലെ ഡേറ്റ നിൽക്കുകയുള്ളൂ. ദെൻ ഇതിൻ്റെ പല സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ അവൈലബിൾ ആണ്. ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് മെഗാ ഹെഡ്സിലാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ഒരു റാമിൽ ഏതൊക്കെ ടൈപ്പ് ഡേറ്റ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ. റാമിലുണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് ഡേറ്റയാണ് OSൻ്റെ കാര്യങ്ങൾ. രണ്ടാമത്തേന്ന് പറയുന്നതാണ് ദ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കറൻ്റ്ലി ബീയിങ് യൂസ്ഡ്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് നിലവിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണോ റൺ ചെയ്യുന്നത്, അതായത് നമ്മൾ ക്ലോസ് ചെയ്യാതെ ഇപ്പോൾ ഓപ്പൺ ആക്കി വെച്ചേക്കുന്ന ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണോ ആ ആപ്ലിക്കേഷൻസിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ റാമിൽ ഉണ്ടായിരിക്കും. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് എനി ഡേറ്റ ദാറ്റ് ഈസ് ബീയിങ് പ്രോസസ്ഡ്. ഇപ്പോൾ നിലവിൽ ഏതെങ്കിലുമൊക്കെ ഡേറ്റകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ. അപ്പോൾ ഈ 3 തരത്തിലുള്ള ഡേറ്റാസ് അല്ലെങ്കിൽ കാര്യങ്ങളായിരിക്കും നമ്മുടെ റാമിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ റാമിൻ്റെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് അത്രയും സ്പീഡിൽ ഡാറ്റ ആക്സസ് ചെയ്യാനും അത്രയും സ്പീഡിൽ പ്രോസസ്സുകളൊക്കെ ചെയ്യാനും സാധിക്കും. ദെൻ ഇതിൽ തന്നെയുള്ള സെക്കൻഡ് ടൈപ്പാണ് റോം, റീഡ് ഓൺലി മെമ്മറി. പിന്നെ എന്ന് പറയുന്നൊരു ചെറിയൊരു ചിപ്പാണ്, പക്ഷേ ഇതെന്ന് പറയുന്ന ഒരു പെർമനൻറ്റ് മെമ്മറിയാണ് വിച്ച് cannot be easily altered. ഇത് നോൺ വോളറ്റൈലാണ്, കാരണം ഇതിലുള്ള കണ്ടൻസ് പവർ പോയാലും നമുക്ക് അവിടെ നിന്ന് നഷ്ടപ്പെടുന്നില്ല. ദെൻ റോം ഈസ് യൂസ്ഡ് ഇൻ മോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ടു ഹോൾഡ് എ സ്മോൾ സ്പെഷ്യൽ പീസ് ഓഫ് ബൂട്ടപ്പ് പ്രോഗ്രാം നോൺ ആസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, അതായത് ബയോസ്. ഈ ബയോസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ഒരു സ്പെഷ്യൽ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോം ഉപയോഗിക്കുന്നത്. ഇനി ഈ ബയോസ് എന്ന് പറയുന്ന പ്രോഗ്രാം എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ദിസ് സോഫ്റ്റ്വെയർ റൺസ് when the computer is switched on or boots up. നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ പറയുന്ന ബയോസ് എന്ന് പറയുന്നത്. ഇറ്റ് ചെക്സ് ദ കമ്പ്യൂട്ടേഴ്സ് ഹാർഡ്വെയർ ആൻഡ് ദെൻ ലോഡ്സ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ നമ്മൾ പവർ ഓൺ ആക്കുമ്പോൾ തൊട്ട് എല്ലാ ഹാർഡ്വെയർ ഡിവൈസുകളും കണക്റ്റഡ് ആണോ, ഇതെല്ലാം വർക്കിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ബയോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ബയോസ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പറയുന്ന റോം എന്ന് പറഞ്ഞൊരു ചിപ്പിലായിരിക്കും. ഇതിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് പവർ ഇല്ല എന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ട് പോകില്ല. ഇറ്റ് ഈസ് നോൺ വോളറ്റൈൽ. ദെൻ ഈ റോം തന്നെ നമുക്ക് പലതരത്തിൽ മോഡിഫൈ ചെയ്തുള്ളത് അവൈലബിൾ ആണ്. PROM, പ്രോഗ്രാമബിൾ റോം, വിച്ച് ക്യാൻ ബി പ്രോഗ്രാംഡ് ഓൺലി വൺസ്. PROMs ആർ പ്രോഗ്രാംഡ് അറ്റ് ദ ടൈം ഓഫ് മാനുഫാക്ചർ. അതായത് ഒറ്റ തവണയായിരിക്കും നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ, പക്ഷേ ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് റീഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഓരോ തവണ നമ്മൾ സിസ്റ്റം ഓൺ ആക്കുമ്പോഴും ഈ റോം വർക്ക് ചെയ്യുന്നുണ്ട്, അല്ല അതിനകത്ത് റൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്രോഗ്രാം എക്സിക്യൂട്ട് ആകുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ EPROM, ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം, ദാറ്റ് ക്യാൻ ബി ഇറേസ്ഡ് യൂസിങ് ultraviolet radiation and can be programmed using special electronic circuits. അതായത് ഇതിലുള്ള ഡേറ്റ നമുക്ക് UV റേഡിയേഷൻ വഴി ഇറേസ് ചെയ്യാനും സാധിക്കും. സ്പെഷ്യൽ ഇലക്ട്രോണിക് സർക്യൂട്ട് വഴി വീണ്ടും പുതിയൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്യാനും സാധിക്കും. ദെൻ EEPROM, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. അതായത് അവിടെയുള്ള ഡേറ്റ നമുക്ക് ഇലക്ട്രിക്കലി ഇറേസ് ചെയ്യാനും സാധിക്കും, അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യാനും സാധിക്കും ഇലക്ട്രിക്കലി തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മോഡിഫൈഡ് ആയിട്ടുള്ള വേർഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഈ റാമും റോമും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ കമ്പാരിസൺസ് ആണ്. അപ്പോൾ അതിൽ റാമിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ റോം, അതുപോലെ തന്നെ ഇറ്റ് സ്റ്റോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പല ടൈപ്പ് ഓഫ് ഡേറ്റകൾ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡേറ്റ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലുണ്ടായിരിക്കുന്നത്. ദെൻ റാമിലേക്ക് നമുക്ക് റൈറ്റ് ചെയ്യാനും സാധിക്കും, റീഡ് ചെയ്യാനും സാധിക്കും. ദെൻ ഇറ്റ് ഈസ് വോളറ്റൈൽ, അതായത് പവർ ഓഫ് ആണെങ്കിൽ അതിലുള്ള ഡേറ്റ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതേസമയം റോം ആണെന്നുണ്ടെങ്കിൽ കമ്പയർഡ് ടു റാം അത് സ്ലോവർ ആണ്,
അതുപോലെ തന്നെ ബയോസ് ഇൻസ്ട്രക്ഷൻസ് മാത്രമായിരിക്കും റോമിൽ ഉണ്ടായിരിക്കുന്നത്. ദെൻ റോമിൽ യൂഷ്വലി റീഡിങ്ങുകളാണ് കൂടുതലും നടക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് നോൺ വോളറ്റൈൽ, അതായത് അതിലുള്ള ഡേറ്റ എന്ന് പറയുന്നത് പവർ പോയാലും അവിടെ ഉണ്ടായിരിക്കും. ഇതാണ് റാമും റോമും. ഇത് രണ്ടും നമുക്ക് ഓൾറെഡി അറിയാവുന്ന കേസാണ്. ദെൻ അടുത്തൊരു മെയിൻ പ്രൈമറി മെമ്മറിയാണ് ക്യാഷെ മെമ്മറി. ക്യാഷെ മെമ്മറി ഈസ് എ സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ ദ പ്രൊസസ്സർ ആൻഡ് റാം. അതായത് നമ്മുടെ പ്രൊസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു ഹൈ സ്പീഡ് ആൻഡ് സ്മോൾ മെമ്മറിയാണ് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്. പ്രൊസസ്സറിൻ്റെയും റാമിൻ്റെ ഇടയ്ക്ക് ഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ് ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ്, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് എക്സെട്ര ആർ സ്റ്റോർഡ് ഇൻ ക്യാഷെ മെമ്മറി ഫോർ ക്വിക്ക് ആക്സസ്. റാമിനേക്കാളും സ്പീഡ് കൂടിയൊരു മെമ്മറിയാണ് ഈ പറയുന്ന ക്യാഷെ മെമ്മറി. അപ്പോൾ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡേറ്റ, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ്, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഈ പറയുന്ന ക്യാഷെ മെമ്മറിയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ റാമിനേക്കാളും കൂടുതൽ സ്പീഡിൽ നമുക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡേറ്റകളായിരിക്കും നമ്മൾ സാധാരണ ക്യാഷെ മെമ്മറിയിലൊക്കെ സൂക്ഷിക്കാറ്. When the processor needs to read from or write to a location in RAM, it first checks whether a copy of the data is in the cache. അപ്പോൾ ഇത് റാമിലേക്ക് ഒരു ഡേറ്റ റൈറ്റ് ചെയ്യുന്നതിനോ റീഡ് ചെയ്യുന്നതിനോ മുമ്പ് ഇത് ആദ്യം തന്നെ ക്യാഷയിലായിരിക്കും ചെക്ക് ചെയ്യുന്നത് പ്രൊസസ്സർ. അപ്പോൾ അത് ക്യാഷയിലുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ക്യാഷയിൽ നിന്ന് റീഡ് ചെയ്യും, വിച്ച് ഈസ് മച്ച് ഫാസ്റ്റർ ദാൻ റാം. ക്യാഷയിൽ ഇല്ലെങ്കിൽ മാത്രമാണ് ഇത് റാമിൽ പോയിട്ട് സെർച്ച് ചെയ്യുള്ളൂ. ദെൻ ക്യാഷെ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ റാം, ബട്ട് ഇറ്റ്സ് വർത്ത് യൂസിങ് ഇൻ ഓർഡർ ടു മാക്സിമൈസ് സിസ്റ്റം പെർഫോമൻസ്. ക്യാഷെ എന്ന് പറയുന്നത് റാമിനേക്കാളും കോസ്റ്റ്ലിയാണ്. റാമിൻ്റെയൊക്കെ പ്രൈസ് നമുക്കറിയാം വളരെ കൂടുതലാണ്. റാമിനേക്കാളും ഹൈ കോസ്റ്റാണ് ക്യാഷെ മെമ്മറിക്ക്. പക്ഷേ ഈ ക്യാഷെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. ദെൻ കോമൺലി യൂസ്ഡ് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത് ആൻഡ് ദർ കപ്പാസിറ്റീസ് അതിവിടെ കാണിച്ചിട്ടുണ്ട്. ലെവൽ 1 ക്യാഷെ ഉണ്ട്, ലെവൽ 2 ക്യാഷെ, ലെവൽ 3 ക്യാഷെ, ലെവൽ 4 ക്യാഷെ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി നമ്മുടെ സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുന്ന ക്യാഷെകൾ. അതിൻ്റെ മെമ്മറി സൈസ് നമുക്ക് നോക്കിയാൽ അറിയാം വളരെ കുറവാണ്. 128 KB, അതുപോലെ തന്നെ 1 MB, 8 MB, 128 MB, അങ്ങനെ വളരെ കുറവാണ് ഇതിൻ്റെ സൈസ്. ഇതിൻ്റെ പ്രൈസ് അതുപോലെ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ സൈസിൽ നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് അതുപോലെ നമുക്ക് കൂടും. കാരണം റാമിനേക്കാളും ക്വിക്കായിട്ട് പ്രൊസസ്സറിന് ക്യാഷെ മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതും ഒരു ടെമ്പററി ആണ്. അതായത് പവർ പോയി കഴിഞ്ഞാൽ ക്യാഷയിലുള്ള ഒരു കാര്യങ്ങളും അവിടെ ഉണ്ടാവില്ല, ക്യാഷെ ക്ലിയർ ആയി പോകും. ഇത്രയും കാര്യങ്ങളാണ് ക്യാഷെ മെമ്മറിയെക്കുറിച്ച് ഉള്ളത്.